സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രോത്സവത്തിന് ഫെബ്രുവരി 12-നാണ് കൊടിയേറുന്നത്. അന്നേ ദിവസം വൈകിട്ട് 6:30-ന് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ നടൻ മമ്മൂട്ടി ഉദ്ഘാടകനായി എത്തുന്നു. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. പൊങ്കാലയോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ ഒരു മെഗാസ്റ്റാർ എത്തുന്നത് ഇതാദ്യമാണ്. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികളുടെ ഉദ്ഘാടകനാകാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്നാണ് മമ്മൂട്ടി ഈ വിഷയത്തോട് പ്രതികരിച്ചത്. മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 20-നാണ് ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. ഫെബ്രുവരി 12-നാണ് ആറ്റുകാൽ ക്ഷേത്രോത്സവത്തിന് കൊടിയേറുന്നത്. അന്നേ ദിവസം വൈകിട്ട് 6:30-ന് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ മമ്മൂട്ടി ഉദ്ഘാടകനായി എത്തുന്നു. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. പൊങ്കാലയോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ ഒരു മെഗാസ്റ്റാർ എത്തുന്നത് ഇതാദ്യമാണ്. എറണാകുളത്ത് ചെറായിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന മധുരരാജയുടെ ലൊക്കേഷനിൽ ചെന്നുകണ്ടാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ മമ്മൂട്ടിയെ ക്ഷണിച്ചത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികളുടെ ഉദ്ഘാടകനാകാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്നാണ് മമ്മൂട്ടി ഈ വിഷയത്തോട് പ്രതികരിച്ചത്. മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 20-നാണ് ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ അതിപ്രധാനമായ ഉത്സവമാണ് കുംഭമാസത്തിലെ പൊങ്കാല. ദ്രാവിഡ ജനതയുടെ ആചാരവിശേഷമാണ് പൊങ്കാല എങ്കിലും കേരളത്തിന്റെ തെക്കൻ നാടുകളിൽ മാത്രം ആദ്യകാലങ്ങളിൽ പ്രചരിച്ചിരുന്ന പൊങ്കാല ക്രമേണ മറ്റു സ്ഥലങ്ങളിൽ കൂടി വ്യാപിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. കുംഭമാസത്തിലെ പൂരം നാളിലാണ് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല. കാർത്തിക നാളിൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിക്കും. ആറ്റുകാലമ്മയ്ക്ക് ഭക്തരർപ്പിക്കുന്ന ഏറ്റവും വലിയ നൈവേദ്യമാണ് പൊങ്കാല. ഉത്സവത്തിന്റെ തുടക്കമായി ഭഗവതിയുടെ കയ്യിൽ ആദ്യം കാപ്പുകെട്ടും. തുടർന്ന് മേൽശാന്തിയുടെ കയ്യിലും കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തി കഴിഞ്ഞാൽ ആറ്റുകാലിൽ തുടർന്നുള്ള 9 ദിവസങ്ങളിൽ കണ്ണകീച്ചെടുത്തം തോറ്റുംപാട്ട്. പൂരം നാളിലെ ശുഭമുഹൂർത്തത്തിൽ മേൽശാന്തി ശ്രീകോവിലിൽ നിന്നും തെളിക്കുന്ന ദീപം തിടപ്പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ നൈവേദ്യ അടുപ്പ് കത്തിക്കുന്നു. പിന്നീട് കീഴ്ശാന്തി ദീപം പുറത്തേക്ക് ആനയിച്ച പാട്ടുപുരയുടെ മുന്നിലെ പണ്ടാരടുപ്പ് കത്തിക്കുന്നു. കതിനകളും ചെണ്ടമേളങ്ങളും കുരവയും ആകാശത്തിലുയരുമ്പോൾ നിരന്നിരിക്കുന്ന 10,000-കണക്കിന് അടുപ്പുകളിൽ തീനാളങ്ങൾ ഉയരും. ഉണക്കലരിയും തേങ്ങയും ശർക്കരയും പുത്തൻ മൺകലത്തിൽ വെച്ചു തീപൂട്ടിയാണ് പൊങ്കാല തയ്യാറാക്കുന്നത്. വെങ്കലപ്പായസം കൂടാതെ വെള്ളച്ചോറ്, വെള്ളപ്പായസം, വയനയിലയിൽ ഉണ്ടാക്കുന്ന തെരളി, പാലും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന പലഹാരം എന്നിവയെല്ലാം പൊങ്കാലടുപ്പിൽ വേകും. വൈകുന്നേരം മേൽശാന്തി പണ്ടാരടുപ്പിലെ നൈവേദ്യം തീർത്ഥം തളിച്ച് നിവേദിക്കുന്നു. ഈ സമയം അനേകം പൂജാരിമാർ തീർത്ഥജലവുമായി നാനാഭാഗത്തേക്കും നീങ്ങി പൊങ്കാല എവിടെയുണ്ടോ അവിടെയൊക്കെ എത്തി തീർത്ഥം തെളിച്ച് നീതിക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ആറ്റുകാൽ പൊങ്കാല ഇടം നേടിയിരുന്നു.